സി വേണുഗോപാൽ മകളെ കാണിച്ചു കൊടുത്ത അമ്മേനെ കല്യാണം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല, ഒരിക്കലും യോജിപ്പില്ല. കാരണം നമുക്കിവിടെ വി ഡി സതീശനുണ്ട്, അതേപോലെ രമേശ് ചെന്നിത്തല സാറുണ്ട്, കെ സി വേണുഗോപാൽ സാറുണ്ട്. ആരായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആര് വന്നാൽ അത് നന്നായിരിക്കും. ബിസിനസ്സിനകത്ത് മതം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഇപ്പം കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹിന്ദുക്കൾ ഇനി ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ വേണം പോകാൻ, അല്ലെങ്കിൽ മുസ്ലിമായ ആൾക്കാർ മുസ്ലിമായ ആൾക്കാരുടെ സ്ഥാപനത്തിൽ വേണം പോകാൻ. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളാണ്. കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നു, കുറേ ടെമ്പിൾ. ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു ആ ഒരു സംഭവത്തിനോടൊക്കെ? അതായത് അതൊക്കെ ആവശ്യമാണോ? നമ്മളുടെ ഗവൺമെൻറ് നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കായിട്ട്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ കാര്യമായിട്ടും നമ്മളുടെ ബ്ലാക്ക് മണി ഡീലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നോട്ട് നിരോധനം വന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് മണി നിരോധിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് പിന്നിൽ പറയാത്ത പല രാഷ്ട്രീയമായ അല്ലെങ്കിൽ നയതന്ത്രമായ പല കാര്യങ്ങളും ഉണ്ടാവും. കേരളത്തിലെ തന്നെ ഒരു ബെസ്റ്റ് കൺസൾട്ടിങ് ഫേം ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മേളിൽ തന്നെ വന്നൊരു സംഭവമാണ് CSW. CS CMA എന്ന് പറയുമ്പം പൊതുവെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം പാസിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് ഞാൻ ജയിക്കില്ല, ജയിച്ച ജോലി എങ്ങനെ കിട്ടും എന്നൊക്കെ. നമ്മൾ ഏത് കോഴ്സ് പോലെ തന്നെ വളരെ സിമ്പിൾ തന്നെയാണ് CM CS CMA ആണെങ്കിലും. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സമ്മിറ്റിൽ മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ അനിൽ ബാലചന്ദ്രനായിട്ട് ചെറിയൊരു തെറിവിളിൻ്റെ ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് മീ അഞ്ജന സോമശേഖരൻ. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക തൊഴിലാളി ദിനമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുക എടുക്കുന്ന എഫേർട്സ്, പിന്നെ ഡെഡിക്കേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. നമ്മളെ ചുറ്റിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഓരോ വർക്കായിട്ട് അവനവൻ്റെ എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കി കണ്ടുവരുന്നത്. സോ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന ഒരാളെയാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് CSWI ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനായ മിസ്റ്റർ സവീഷ് KV ആണ്. സോ വെൽക്കം സർ. താങ്ക് യു. ഓക്കെ സർ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും കൂടെ ആയിട്ടൊരു കാര്യം പറയട്ടെ. സാറിന് ഇന്നിവിടെ കൊണ്ടുവരുന്നതിലൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കാരണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ഷൻ്റെ റിസൾട്ട്സ് വരികയാണ്. സോ കേരളം LDF ഭരിക്കുമോ അതോ ഇനി വല്ല മാറ്റങ്ങൾ വരുമോ? UDF ആവാം, BJP ആവാം, ആരാവും ഒന്നും നമുക്കറിയില്ല. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും അതേപോലെ കൂടുതൽ എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചുകൾ, അതായത് ഇപ്പോൾ ഉള്ളതോ അല്ലെങ്കിൽ ഇനി വരുന്ന ഭരണമാറ്റത്തിലോ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോവുക, അതൊക്കെ കൂടെ അറിയാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റായിട്ട് ഇന്നിവിടെ ഉള്ള ഒരാളാണ് നമ്മളുടെ സവീഷ് സർ. സോ സാർ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം. പക്ഷേ ബിഫോർ ദാറ്റ് സാറിനോട് ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു തുടങ്ങാം. അതായത് സാറിന് കേട്ടും അടുത്തൊരു സംഭവമായിരിക്കും, എന്നാലും ചോദിക്കട്ടെ. സാർ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തു, അതിന് വേണ്ടി കുറേ പ്രിപ്പറേഷൻസും കുറേ എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. സോ സാറിൻ്റെ ആ ഒരു പ്ലാനിങ്, ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അതായത് ഒന്നും അറിയാത്ത ആളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ, എങ്ങനെയാണോ കാര്യങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അധികം ആരും ചൂസ് ചെയ്യുന്ന ഒരു സംഭവം എല്ലാം തോന്നുന്നു ഈ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ. നമ്മൾ എന്തെങ്കിലും ഒരു ഡിഗ്രി പഠിക്കട്ടെ, എന്തെങ്കിലും ഒരു ജോലി നേടട്ടെ, എന്തായാലും ഒരു ജോലി മതി എന്നുള്ളൊരു അങ്ങനത്തെ ഒരു മൈൻഡായിട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു എല്ലാവരും നടക്കുന്നത്. സോ സാറിൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ളൊരു കാരണം എന്തായിരുന്നു? സാർ എന്തൊക്കെ ചെയ്തു അതിനു വേണ്ടി? അതൊക്കെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സോ സാർ പ്ലീസ്. ഇതിൽ CS CMA എന്ന് പറയുമ്പം പൊതുവെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം പാസിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് ഞാൻ ജയിക്കില്ല, ജയിച്ച ജോലി എങ്ങനെ കിട്ടും എന്നൊക്കെ. ആക്ച്വലി ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മൾ ഏത് കോഴ്സ് പോലെ തന്നെ വളരെ സിമ്പിൾ തന്നെയാണ് CM CS CMA ആണെങ്കിലും. കാരണം ഇതിൻ്റെ രജിസ്ട്രേഷൻ ചിലവും ഈ കോഴ്സിൻ്റെ പൈസയൊക്കെ വളരെ കുറവാണ്. അപ്പം നമ്മൾ അതിനെ ഏത് കോഴ്സാണെങ്കിലും നമ്മളതിനെ മെനക്കെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാനൊക്കെ അതിന് കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പം പൊതുവേ CA പഠിക്കുന്ന പിള്ളേരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ലൈഫിൽ പ്രേമിക്കാൻ നടക്കുന്ന സമയത്ത് പുസ്തകത്തെ പ്രേമിക്കുക, പ്രത്യേകിച്ച് CAയുടെ ബുക്കിനെ. അങ്ങനെ അതിനങ്ങോട്ട് പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് അതിന് നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അതിന് കൂടുതൽ സമയം ചിലവാക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി പാസ്സായി പോകും. അപ്പോൾ കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവാക്കുക എന്നുള്ളതാണ്
ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എല്ലാവരും പേടിക്കുന്ന ഒരു സാറാണോ ഈ സാറ്? അത് കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ സാറ് ആ ഫസ്റ്റത്തെ ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സാർ എങ്ങനെയാണ് മൊത്തം ക്ലാസ്സിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണോ, അതോ അങ്ങനത്തെ ഒരു അപ്രോച്ച് ഉള്ള കുട്ടികളോടൊക്കെ എങ്ങനെയാണ് സാറിൻ്റെ അപ്രോച്ച്? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. തുടക്കത്തിൽ ഞാനൊക്കെ പാസ്സായ സമയത്ത് പാസ്സായെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ 5 വയസ്സ് ഉണ്ടാവില്ല. ആ ടൈമാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പൊതുവേ പോയത്. ആ ടൈമൊക്കെ എനിക്ക് ആ കാലത്തേക്ക് തിരിച്ചു വന്നവരെയാണ് തോന്നിയത്. കുട്ടികളെ കൂടെ കൂടുന്ന സമയത്ത് എനിക്കൊന്ന് ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒബ്വിയസ്ലി ടീച്ചറാണെന്നേ പറയൂ. കാരണം ഒന്ന്, ആ കുട്ടികളുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ അവരിൽ ഒരാളായി മാറും. രണ്ടാമത് സത്യം പറഞ്ഞാൽ മനസമാധാനമുണ്ട്. ഇപ്പോഴത്തേക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് ടീച്ചിങ് ടൈമായിരുന്നു. അപ്പം അതാണ് ഏറ്റവും സുവർണ്ണകാലം എന്ന് തന്നെ പറയാം. ഓക്കെ സർ. സോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് CSWA എന്താണെന്ന് അറിയണം. കാരണം ഞാനും ആവട്ടെ ഇപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അതായത് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയാൻ വിചാരിച്ചൊരു കാര്യമാണത്. അതായത് ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി. സോ കേരളത്തിലെ തന്നെ ഒരു ബെസ്റ്റ് കൺസൾട്ടിങ് ഫേം, ബിസിനസ് കൺസൾട്ടിങ് ഫേം ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മേളിൽ തന്നെ വന്നൊരു സംഭവമാണ് CSWA. സോ അതിനെക്കുറിച്ച് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. സോ എന്താണ് സാർ ഈ CSWA ആൻഡ് അത് എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെ അത് കേരളത്തിൽ ബെസ്റ്റായി, എന്തൊക്കെയായിരുന്നു സാറിൻ്റെ സ്റ്റാർട്ടിങ്, എങ്ങനെയായിരുന്നു ഒക്കെ ഒന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. CSWA ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയായിരുന്നു ആദ്യം തീരുമാനിച്ചൊരു സ്ഥാപനം ഇടാന്നുള്ളത്. പിന്നെ അതിൽ ചെറിയ ബ്രേക്കപ്പ് വന്നു. കാരണം പല ആൾക്കാരും ജോലിയിലേക്ക് കയറാനായി. അങ്ങനെ എല്ലാ ബിസിനസ്സിലും ഉണ്ടാകുന്ന, എപ്പോഴും ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോഴേക്കും ചില ആൾക്കാർക്ക് പ്രാരാബ്ധം ഉണ്ടാവുക, ചില ആൾക്കാർ പറയുമല്ല എനിക്ക് ബിസിനസ്സൊന്നും വേണ്ട, ഞാൻ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും, അതുപോലെ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് പ്രകാരം ഒറ്റയ്ക്കാവപ്പെട്ട ഒരു നിമിഷം വന്നു. അപ്പോൾ കയ്യിൽ 5 പൈസയില്ല, എങ്ങനെ തുടങ്ങണമെന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. എന്തായാലും വീട്ടിൽ വെച്ച് നടക്കുന്നത്, വീട്ടിൽ വെച്ചാലും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുക, അത് നോക്കി, അത് സക്സസ് അല്ല. രണ്ടാമത്തെ ഒരു ചെറിയ റൂം മാങ്കാവിൽ എടുത്ത സമയത്തും റെൻ്റ് കൊടുക്കാനില്ല. ബിൽഡിംഗ് ഓണർ വരുമ്പോൾ താഴത്തു കൂടെ ഇറങ്ങി ഓടും. ആ ഒരു അവസ്ഥയിലിരുന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ചിന്തിച്ചെന്താ വെച്ചാൽ വിഡ്രോ ചെയ്യുന്നതിനെക്കാട്ടും നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഡു ഓർ ഡൈ എന്ന് പറയില്ലേ. അപ്പം മാക്സിമം അതിൻ്റെ മേലിൽ എഫേർട്ട് ഇടാൻ തുടങ്ങി. ഓരോരുത്തരെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ സിമിലർ ഫീൽഡിൽ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വർക്ക്, 2 വർക്ക്, അങ്ങനെ വന്നാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, പല ഫേമുകളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും. നമ്മളൊരു ഗേറ്റ് കയറി വന്നു കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് കയറി വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം കിട്ടണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുകയാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ അമ്മയാവുന്ന സമയത്തായിരിക്കും. അപ്പം എല്ലാവരും പുതിയ അതിഥിയെ വെൽക്കം ചെയ്യാൻ വേണ്ടി നല്ല ടെൻഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ വേണം. ഇതിനിടയിൽ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ, ചിലപ്പോൾ കാർഡിയാക് പ്രശ്നങ്ങളാണെങ്കിൽ കാർഡിയോളജിസ്റ്റ് വേണം, കുട്ടി ജനിച്ചാൽ പീഡിയാട്രീഷ്യൻ വേണം. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സഹായം നേടുമ്പോഴാണ് നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക. ഇത് നമ്മുടെ സെയിം ഏരിയയിൽ കൊണ്ടുവന്നാൽ എന്താ, എല്ലാവരും ഒരുമിച്ചായി കഴിഞ്ഞാൽ എല്ലാ ക്വാളിറ്റിയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടും, ഒരു കൊടക്കീഴിൽ കിട്ടും. അങ്ങനെയാണ് CSWAയുടെ ജനനം. ശരിക്കും CSWA എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യാൻ നോക്കി. പിന്നെ ബാക്കിയെല്ലാം ദൈവാനുഗ്രഹത്താൽ ഇവിടെ വരെ എത്തി. ഞാൻ ആക്ച്വലി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് Big Zero സ്റ്റാർട്ട് ചെയ്തതാണ്, പിന്നെ ചേച്ചിയുടെ വള എന്തോ കൊടുത്തിട്ടാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിരുന്നു. അത് സത്യം പറഞ്ഞാൽ സാർ ഇവിടെ ഇപ്പോൾ സാറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷനാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. സോ ഇപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ ഞാൻ അതിലേക്ക് വരാം, നമ്മളെ മെയിൻ സംഭവത്തിലേക്ക് വരാം. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട്സൊക്കെ അറിയാറായിട്ടുണ്ട്. ആരാവും അത്, ആ ഒരു പ്രതീക്ഷയിലാണ് മൊത്തം കേരളം തന്നെ ഇരിക്കുന്നത്. മേ ബി ഈ ഭരണം തുടർന്നു പോവാം, അതല്ല എന്ന് വെച്ചാൽ പുതിയൊരു ഭരണം സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും വോട്ട് ചെയ്ത ഒരു പേഴ്സൺ എന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഒരു മാറ്റം വന്നാൽ നന്നായിരിക്കും എന്നുള്ളത്. സോ അങ്ങനെ ഒരു മാറ്റം വരട്ടെ എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനും. സോ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ സാറിന് എന്ത് തോന്നുന്നു? അതായത് ഒരു മാറ്റം വരുമോ, അല്ലെങ്കിൽ LDF തന്നെ ആയിരിക്കുമോ ഭരിക്കുക? എന്താണ് സാറിന് തോന്നുന്നത്? പേഴ്സണലി സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഈ ഭരണമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. 5 കൊല്ലം LDF ഭരിച്ചാൽ 5 കൊല്ലം UDF ഭരിക്കട്ടെ എന്നുള്ളത്. നേരെ തിരിച്ചും അതിൽ ചെറിയൊരു മാറ്റം വന്നത് കഴിഞ്ഞ ഒരു ഇലക്ഷൻ തവണയാണ്. 2 തവണയും LDF സർക്കാർ തന്നെ വന്നു. ഒരു ഭരണവിരുദ്ധ പ്രകടനം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ വെച്ചാൽ എനിക്ക് അങ്ങനെ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ആർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ
പറയുമ്പോൾ അത് വലിയ പ്രശ്നമാകുമെന്നൊന്നും അറിയില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചില വാക്കുകൾ അത് ശരിക്കും ബിസിനസ്സിലാണെങ്കിൽ പോലും നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ചില വാക്കുകൾ പല ആൾക്കാർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, പല വാക്കുകളും വീട്ടിൽ പോയിരിക്കാനും ചോദിക്കാനും ഒക്കെ പറയുന്ന ആ വേർഡുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കാം. അപ്പം പിന്നെ പൊതുവേ ഞങ്ങളൊരു സർവേ നടത്താറുണ്ട്. നമ്മുടെ CSW കമ്പനി തന്നെ നമ്മളൊരു സർവേ നടത്തിയപ്പം ഈ ബിസിനസ്സുകാർക്കിടയിലുള്ള ഒരു വലിയ ചർച്ച, കാരണം UDF സർക്കാർ വന്നാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് ഒഴുകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പൊതുവെ അങ്ങനെയാണല്ലോ, UDF വന്നാലാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, വാണിജ്യം വരിക എന്നൊക്കെ ഒരു കൺസെപ്റ്റ്. അപ്പം അതിൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാവും തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഓക്കെ, UDF സർക്കാർ വരട്ടെ എന്ന് സാറിന് ചെറിയൊരു മീൻസ് ഒരു ആഗ്രഹമുണ്ട്. അതേപോലെ നമ്മൾ ചുറ്റിരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളും ഉണ്ടാവും. ഇനി അഥവാ UDF സർക്കാർ വന്നാൽ ആരായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമുക്കിവിടെ VD സതീശനുണ്ട്, അതേപോലെ രമേശ് ചെന്നിത്തല സാറുണ്ട്, KC വേണുഗോപാൽ സാറുണ്ട്. കുറേ പേര് അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ സാറിന് തോന്നുന്നു ആര് വന്നാൽ അത് നന്നായിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ഇന്ന ആൾ നമ്മളുടെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നമ്മളുടെ എല്ലാം കൊണ്ടും ഒരു നമ്മൾ നോക്കി കണ്ടു വന്നൊരു മുഖ്യമന്ത്രി ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? എന്താണ് സാറിന് തോന്നുന്നത്? 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ പൊതുവെ എപ്പോഴും പ്രതിപക്ഷ നേതാവിനാണല്ലോ മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പം VD സതീശനാണ് നമ്മളെ പ്രതിപക്ഷ നേതാവായതും എല്ലാ ജനയുഗ യാത്ര നയിച്ചതൊക്കെ. അപ്പം എല്ലാവരും പുള്ളിയെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തത് അല്ലെ. ആ ഒരു ഫേസിന്, അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾക്ക്, അതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൊടുത്ത പ്രാധാന്യം. കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട് 100 സീറ്റിൽ കൂടുതൽ ജയിക്കും, അതേപോലെ തന്നെ 1/2 ഡസനോളം മന്ത്രിമാർ ഔട്ടാവും. അങ്ങനെ അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. അപ്പൊ അതായത് രാഷ്ട്രീയം തന്നെ വിടുമെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയമായിരുന്നു സാറിൻ്റെ. ഇപ്പോൾ സാറിൻ്റെ കേസിൽ ഇപ്പോൾ ഇത്രയും കാലം സാറ് എങ്ങനെയൊക്കെയാണോ അവിടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്, അപ്പോൾ സാറ് ഇനിയും തുടർന്നും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ പേര് സാറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സാറിനിപ്പോൾ ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞു സതീശൻ സാർ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റിൽ എൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇപ്പോൾ ആര് തന്നെ ആണെങ്കിലും ഈ ബിസിനസ് ഡെവലപ്മെൻറ്റിനെയൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വന്നാൽ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? നല്ലതായിരിക്കും എന്ന് സാറ് പറഞ്ഞു. സോ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും പ്രതീക്ഷിക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയാസോ കാര്യങ്ങളോ ഉണ്ടോ? ഡെഫിനറ്റ്ലി നമ്മുടെ ഞാനിപ്പോൾ VD സതീശൻ സാറാണെങ്കിൽ അല്ലെങ്കിൽ സതീശേട്ടനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബിസിനസ്സിന് തന്നെയായിരിക്കും. കാരണം പുള്ളിയുടെ ഒരു പ്രകടന പത്രിക തന്നെ കണ്ടില്ലേ, കാരണം ബിസിനസ്സുകാർക്ക് ഇൻഡസ്ട്രി ലോൺ കൊടുക്കാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ പല രീതിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ എല്ലാ ലെവലിലും ഒരുപാട് ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വിഷണറി ചെയർമാൻ എന്നൊക്കെ പറയില്ല ഒരു സ്ഥാപനത്തിന്റെ, അതുപോലെയാണ് VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി പുള്ളിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ നേരത്തെ ചോദിച്ചവർ തന്നെ രമേശ് ചെന്നിത്തല, പുള്ളി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിലും നോർമൽ നടക്കാറുള്ളത് പ്രതിപക്ഷ നേതാവിനാണ്. പിന്നെ KC വേണുഗോപാൽ, പുള്ളി ശരിക്കും പിക്ചറിൽ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് എങ്കിൽ പോലും പുള്ളി ലക്ഷ്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം അതായത് ഒരു ഇലക്ഷന് പോലും ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് പോലും മത്സരിക്കാൻ റെഡിയല്ല. പുള്ളി ഓൾറെഡി MP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേര് അവിടെ പ്രസക്തമില്ല. കാരണം ഇനി പുള്ളിയെ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ അങ്ങനെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് കേട്ടു, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാൽ വരുമെന്നൊക്കെ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ മകളെ കാണിച്ചു കൊടുത്ത അമ്മേനെ കല്യാണം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല, ഒരിക്കലും യോജിപ്പില്ല. കാരണം അങ്ങനെ വരുമായിരുന്നെങ്കിൽ പുള്ളിക്ക് ആദ്യം തന്നെ ഇലക്ഷന് മത്സരിക്കാമായിരുന്നു. അപ്പം അവിടെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല. VD സതീശൻ തന്നെ ആയിരിക്കും CM ആയിട്ട് വരേണ്ടത്. എന്നാൽ മാത്രമേ ഈ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടക്കൂ. അതുപോലെ ബിസിനസ്സുകാർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരികയുള്ളൂ. ഓക്കെ, സോ അഗെയിൻ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ BJP ആണ് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ ഭരിക്കുന്നത്, നമുക്കറിയാം. സോ അവിടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നു, കുറേ ടെമ്പിൾസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവരായിട്ട്, അതായത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലുതാണ് ഇങ്ങനെ ക്ഷേത്രങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സോ സാറിന് എന്ത് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റിനോട്? അതായത് ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു ആ ഒരു സംഭവത്തിനോടൊക്കെ? അതായത് അതൊക്കെ ആവശ്യമാണോ, അതോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കാനുള്ളതായിട്ടുണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു
തോട്ട് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, ബാത്റൂമുകൾ വേണം എല്ലാവിടെയും, അതുപോലെ തന്നെ നല്ല റോഡുകൾ വേണം, ആൾക്കാർക്ക് വേണ്ട കുടിവെള്ള കാര്യങ്ങൾ റെഡിയാക്കണം. പല സ്ഥലത്തും കുടിവെള്ളങ്ങളൊന്നും കിട്ടാനൊന്നുമില്ല, നമ്മൾ കാണുന്ന ഒരു പിക്ചറിന് മാത്രമൊന്നുമല്ല. അപ്പം അതെല്ലാം ശരിയാക്കി എടുക്കണം. അതോടൊപ്പം ഒബിയസ്ലി ഞാൻ ഈ പറഞ്ഞ പ്രതിമകൾ വരുന്നതിൻ്റെ എതിർപ്പൊന്നും കാണിക്കുന്നില്ല, കാരണം എന്നാൽ മാത്രമേ ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുള്ളൂ. അതൊരു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. അപ്പം അത് വേണ്ട ഇത് വേണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷെ എല്ലാ രീതികളും ഒരുമിച്ചാകുമ്പോൾ മാത്രമാണല്ലോ ഒരു സക്സസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ആവുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയും കുറച്ച് കളർഫുൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റി ആണെങ്കിലും കുടിവെള്ളം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഒപ്പിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര വലിയ പ്രതിഭകൾ വന്നാലും കാര്യമുള്ളൂ. അപ്പം വിദേശികളുടെ അടുത്തു നിന്നുള്ള വിദേശ വരുമാനം നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് വേണം. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിമകൾ തന്നെ വേണം, എന്നാൽ പോലും നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. സർ, 2 വർഷം മുമ്പ് നമ്മളെ കോഴിക്കോട് കുറച്ച് ഇളക്കി മറിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. കോഴിക്കോട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സമ്മിറ്റിൽ മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ അനിൽ ബാലചന്ദ്രനായിട്ട് ചെറിയൊരു തെറിവിളിൻ്റെ ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ് ഇപ്പോൾ? അത് സോൾവ് ആയോ? ഓർ അന്നത്തെ ആ ഒരു അനുഭവം എന്താണ്? അതെന്താണ്, ലൈക്ക് ഇപ്പം കറൻ്റ്ലി എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് തരാനുള്ളത്? അയ്യോ, പുള്ളിയെ തെറിയൊന്നും വിളിച്ചിട്ടില്ല. അല്ല, ഞങ്ങളിത് ചോദിക്കാനൊരു കാരണം ഉണ്ട് കേട്ടോ. കാരണം ആ സമയത്ത് ഇവിടെ സാറിൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമാണിത്. അന്ന് ചോദിക്കാൻ പറ്റിയില്ല, ഇവിടെ വന്ന ഉദ്ദേശം നടന്നതും ഇല്ല. സോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും സാറിൻ്റെ അടുത്ത് ചോദിക്കാന്നുള്ള ഒരു വിചാരിച്ചൊരു കാര്യം കൂടിയാണിത്. പൊതുവേ ഞാൻ അങ്ങനെ ഒരു ആളുകളായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, ശത്രുത വെക്കുക, അങ്ങനത്തെ പൊതുവേ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ബിസിനസ്സുകാരോടും പറയുന്ന സാധനം, നമ്മൾ അതിന് മെനക്കെടുന്ന സമയം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. പിന്നെ അനിൽ ബാലചന്ദ്രനായിട്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അത് ആ ഒരു 2-3 ദിവസം, എല്ലാ കാര്യങ്ങളും ദിവസങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ മറക്കില്ലേ. പുള്ളി ഇവിടെ കോഴിക്കോട് വെച്ച് നല്ലൊരു കാര്യം ചെയ്തു, സമൂഹ വിവാഹം നടത്തി. അതുപോലെ പുള്ളിയുടെ വളർച്ചയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തന്നെ തോന്നുന്നുള്ളൂ, അത്രമാത്രം. കുറച്ച് കാലം അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ചാനലുകാരെ കൊണ്ട് ഫുൾ ഇന്റർവ്യൂ കാര്യങ്ങളായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് എങ്ങോട്ടാ പോകുന്നത് മനസ്സിലാവില്ലല്ലോ. അതിൻ്റെതായ ഒരു ടെൻഷൻ ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ സർ, അപ്പോൾ ഇനി കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് തരണം, എന്നാൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാറിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് അറിയാനും കൂടെ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. സർ, ആസ് എ ബിസിനസ്മാൻ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ബിസിനസ്സിനകത്ത് മതം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഇപ്പോൾ ബിസിനസ്സിൽ മതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെറിയ ഭാഗം ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം രാഷ്ട്രീയത്തിൽ മതമുള്ളവർ തന്നെ ബിസിനസ്സിൽ അവിടെ ഇവിടെയൊക്കെ പല ആൾക്കാരും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹിന്ദുക്കൾ ഇനി ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ വേണം പോകാൻ, അല്ലെങ്കിൽ മുസ്ലിമായ ആൾക്കാരുടെ സ്ഥാപനത്തിൽ വേണം പോകാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. അപ്പം ഞാൻ ജനിച്ചിരിക്കുന്നത് ഹിന്ദുവായിട്ടാണ്, വളർന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ ക്ലയൻസിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു 95% മുസ്ലിം ക്ലയൻസ് ആണ്. അപ്പം അവർക്ക് അങ്ങനെ തോന്നുകയാണ് ഇനി ഹിന്ദുസിൻ്റെ അടുത്ത് പോകണ്ടെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ എന്നൊരു വ്യക്തിയെ ഉണ്ടാവില്ല, ഇതുവരെ ഇരിക്കില്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക പോലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ പറയാം, എനിക്കവിടെ മതം ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി പല വ്യക്തികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം. അത് ഒരു വളരെ ചെറിയൊരു ന്യൂനപക്ഷ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെയില്ല. അപ്പം അതിലൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നല്ലോ വി.ഡി. സതീശനെ പറ്റിയൊക്കെ. അപ്പം പുള്ളിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗാണ്. പുള്ളിക്ക് ഏറ്റവും ശക്തനായ ഒരു നേതാവ് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. അവർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പ്രൊമോട്ട് ചെയ്താൽ പോരെ, എന്തിനാണ് വി.ഡി. സതീശനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ അവിടെ ഒന്നും ഒരിക്കലും മതമില്ല, ജനങ്ങൾ നന്മയുടെ ഭാഗം മാത്രമേ നോക്കുള്ളൂ. അപ്പം നമ്മളെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ സർവീസ് ഇതെല്ലാം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ കൂടെ ആൾക്കാർ നിൽക്കും. നേരിൻ്റെ വഴി ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അവിടെ മതത്തിന് യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോൾ സാർ, ഇന്ന് ലോക തൊഴിലാളി ദിനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. സോ ഇവിടെ ഇപ്പം നമ്മൾ ചുറ്റിലും നോക്കി കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആവട്ടെ, ഏതെങ്കിലും ഒരു കമ്പനി ആവട്ടെ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, എന്തോ ആവട്ടെ, അവിടെ അവർ സ്ഥിരമായിട്ട് നിൽക്കാതെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഇന്ന് ഇവിടെയാണ്, നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആവാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആവും. അങ്ങനെ ചാടി കളിക്കുന്നവരുടെ കൂടെ
അങ്ങനെയുള്ളവർക്ക് ഇത്രയും ഒരു ആത്മാർത്ഥത, അങ്ങനെയുള്ളവരോട് ഇത്രയും ആത്മാർത്ഥത കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നു അങ്ങനെ ചാടി കളിക്കുന്നവരുടെ നമ്മളുടെ കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നടന്നിട്ടും അങ്ങനെ ചാടി കളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സംഭവത്തിനോട് സാർ യോജിക്കോ അതോ നിഷേധിക്കോ? നമ്മൾ സ്റ്റാഫിനെ സ്റ്റാഫായി മാത്രം കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണത്. കാരണം അവരുടെ ഒരു 90% സമയം നമ്മുടെ കൂടെ ഇരിക്കും അവർ വർക്ക് ചെയ്യുക. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 90% സമയം ഞാൻ ഓഫീസിലെ കാണും. ആ ഓഫീസിൽ കാണുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ടീംസ് ഉണ്ടാവും. അപ്പം ഏതൊരു സ്ഥാപനത്തിൻ്റെയും സക്സസ് ഒരിക്കലും ഒരു വ്യക്തിയുടെ മുകളിൽ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ രത്തൻ ടാറ്റ എടുക്കുകയാണെങ്കിലും അതേപോലെ അംബാനി എടുക്കുകയാണെങ്കിലും എന്തിനും നമ്മളെ കോഴിക്കോടേക്ക് പോന്നു കഴിഞ്ഞാൽ മലബാർ ഗോൾഡ് അഹമ്മദ് ഖാൻ എടുക്കുകയാണ്, ഷാജി ഖാൻ എടുക്കുകയാണ്, ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ സക്സസ്സിന് പിന്നിൽ കുറേ ടീം വർക്ക് ഉണ്ടാവും. ഈ ടീമിനെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവരോട് എങ്ങനെ ഡീൽ ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൂടെ നിൽക്കുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അപ്പം ഇപ്പോൾ എന്താണ് അറിയാം, നമുക്ക് പല ആൾക്കാരും സ്റ്റാഫിന് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ അവരെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് അറിയണം, അവരെ പ്രോബ്ലംസ് എന്താണെന്ന് അറിയണം. ചിലപ്പം സ്ഥാപനത്തിലുണ്ടാകുന്ന ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സാലറിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ഇതുകൊണ്ടായിരിക്കും അവർ കൂടെ നിൽക്കാത്തത്. അപ്പം അതിലൊരു മാറ്റം വരുത്താനും ആ പ്രശ്നങ്ങൾ അവർക്ക് നമ്മളോട് തുറന്നു പറയാനുമുള്ള ഒരു സ്പേസ് നമ്മളോട് കൊടുക്കണം. എങ്കിൽ മാത്രമേ സ്റ്റാഫ് കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവർ ചാടിക്കളിക്കാമെന്ന് പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഞാനെപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഒരു മാവിൻ്റെ മുകളിൽ പൂത്ത എല്ലാ പൂക്കളും വാങ്ങിയാവണമെന്നൊന്നുമില്ല, പലതും കൊഴിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ്. ആ ടീം എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ സൺഡേ ആവണമെന്ന് ചിലപ്പോൾ അവർ എല്ലാ ഡേയും അവരെൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യും ഞാൻ വിളിച്ചാൽ. അപ്പം ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ചില ആൾക്കാർ ആദ്യം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അവരെ കൂടെ നമ്മൾ പോയല്ലോ ഇനി അവരെ മൈൻഡ് ചെയ്യേണ്ടെന്ന് ചിന്തിക്കരുത്. അവരെ പരിപാടിക്കാണെങ്കിലും അവരെ കൂടെ ആണെങ്കിലും അവരൊരു ജോബ് ചോദിച്ചാൽ നമുക്കത് അവരെ സഹായിക്കാൻ പറ്റണം ഏത് ടൈമും. അതൊരിക്കലും ഇനി നമ്മളെ കൂടെ എന്നല്ല, ഏത് സ്ഥലത്താണെങ്കിലും ആ സഹായ മെൻറ്റാലിറ്റി ഉണ്ടായാൽ തന്നെ കാര്യങ്ങൾ നടക്കും. അവിടെ ആൾക്കാർ നിൽക്കുള്ളൂ. മിഥുനം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ ലാലേട്ടൻ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് കുറേ പിന്നാലെ നടക്കുന്നു, കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ കാണുന്നു. അതായത് നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറേ എഫേർട്ടുകളും കാര്യങ്ങളും ഇടണം. അത് പോരാത്തതിന് ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്നു, കാര്യങ്ങളൊക്കെ വേഗം നടന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ആൻഡ് എല്ലാം ഇപ്പം നടന്നു കഴിഞ്ഞാലും അതിന് എടുക്കുന്ന സമയം തന്നെ കുറയാണ്. നമ്മൾ മേ ബി എന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് തുടങ്ങി അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതിനോടുള്ള ആ ഒരു മൈൻഡൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ വെച്ച് കാണുന്നു. അതേപോലെ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് കേരളം ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണോ? ഇപ്പം പണ്ടും ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ അതിൽ തന്നെ വ്യക്തമാണല്ലോ. പിന്നെ നമ്മളിപ്പോൾ കീറ്റക്സിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചെങ്കിൽ പല കാര്യങ്ങളും പല മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മളെ വലിയ വലിയ ബിസിനസ്സുകാർ തന്നെയാണ് പലപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ വേഗമാക്കാൻ വേണ്ടിയിട്ട് പല ഉദ്യോഗസ്ഥന്മാർക്കും പൈസ കൊടുക്കാറുണ്ടാവും. അപ്പം അങ്ങനെ അവരുടെ കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ അവർ ചെറുകിട കച്ചവടക്കാരോടും ഇതേപോലെ ആയിരിക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പം നമ്മൾ തന്നെയാണ് മറ്റുള്ളവരെ വഷളാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചതിന് ഉത്തരം 100% ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നിന്നാണ് പല കമ്പനികളും വളർന്നിട്ടുള്ളത്. ഇപ്പം മൈജി ഉണ്ട്, മലബാർ ഉണ്ട്, ഇതൊക്കെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് നിന്ന് കൂടിയാണ് എസ്പെഷ്യലി. പിന്നെ അതിനെക്കാട്ടും കൂടുതൽ ഈ കഴിഞ്ഞൊരു 10 വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഹൈവേ NH ഹൈവേ വന്നു അല്ലേ. നമുക്കിപ്പം 5 മണിക്കൂർ കൊണ്ട് കൊച്ചി യാത്ര ഉള്ളത് ഇപ്പോൾ ഒരു 3 മണിക്കൂർ എടുത്ത് എത്താൻ പറ്റും. അപ്പോൾ അത്രയും വഴി വിഴിഞ്ഞം തുറമുഖം വന്നു. അപ്പം ഇതൊക്കെ ഞാൻ മുന്നൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വികസനങ്ങൾ വന്നത് ഈ ഒരു 10 വർഷത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം സ്റ്റാർട്ടപ്പ് മിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടി ബിസിനസ് ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം ഓട്ടോമാറ്റിക്കലി പുറത്തുനിന്ന് ഫണ്ട് ഇവിടേക്ക് വരാൻ തുടങ്ങും. അപ്പം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ബിസിനസ് കൺട്രി തന്നെ ആയിരിക്കും. നമ്മുടെ ഗവൺമെൻറ് നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കായിട്ട്. ആ ഒരു നോട്ട് നിരോധനം അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ കാര്യമായിട്ടും നമ്മളുടെ ബ്ലാക്ക് മണി ഡീലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് അങ്ങനെ കുറച്ചു അല്ലെങ്കിൽ കുറയുന്നുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ. സോ സാറിന് എന്ത് തോന്നുന്നു, അതിൽ വല്ല മാറ്റം ഉണ്ടോ? അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു മാറ്റം അതിൽ വന്നോ? നോട്ട് നിരോധനം വന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് മണി നിരോധിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് പിന്നിൽ പറയാത്ത പല രാഷ്ട്രീയമായ അല്ലെങ്കിൽ നയതന്ത്രമായ പല കാര്യങ്ങളും ഉണ്ടാവും. അതിനു പുറമെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് എല്ലാവരും UPI പേയ്മെൻറ്റിലേക്ക് വന്നത്. ഇന്നിപ്പം ഏത് ചെറുകിട കച്ചവടക്കാരും ഇപ്പോൾ ഈവൻ മീൻ വിൽക്കുകയാണെന്ന ആൾക്കാർ പോലും UPI പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പോൾ ഏത് താഴത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിലും അവർ പോലും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടമായി മാറി. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു സക്സസ്ഫുൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും ഇത്ര എമൗണ്ടിൻ്റെ കള്ളപ്പണം പിടിച്ചു എന്നുള്ളത്. അപ്പോൾ അവിടെ ബ്ലാക്ക് മണി ഉള്ളതുകൊണ്ടാണല്ലോ കള്ളപ്പണം പിടിക്കുന്നത്. ഇതിനെക്കാട്ടും ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുകയാണ്, നിങ്ങൾ എത്ര രൂപ പേപ്പറിൽ കാണിക്കണം എന്നല്ല ആദ്യത്തെ ചോദ്യം വരുന്നത് അല്ലേ? പേപ്പറിൽ നിങ്ങൾ കാണിക്കുന്നത് ചിലപ്പോൾ 10 ലക്ഷം ആയിരിക്കും, നിങ്ങൾ കൊടുക്കുന്നത് 50 ലക്ഷം ആയിരിക്കും. ഈ 40 ലക്ഷം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ബ്ലാക്ക് ആയിട്ട്. അപ്പം അവിടെയും കൂടി നിരോധനം എടുത്തണം. കാരണം അതിനൊരു വ്യക്തമായ ഒരു ധാരണയിൽ എത്തണം ഗവൺമെൻറ്. കാരണം ഇങ്ങനെ ഒരു കള്ളത്തരം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാത്തതല്ല, അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നതാണ്. അപ്പം അവിടെയും കൂടി ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ നോട്ട് നിരോധനത്തിനെ കൊണ്ട് ഒരു സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ സാർ, അപ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഇനി നമ്മളുടെ കൂട്ടത്തിലൊക്കെ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരടുത്ത് സാർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങളാണ്. എല്ലാം ഒരു സുപ്രഭാതത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവരുത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്യുക. അതായത് അതിന് വേണ്ടി കാത്തിരിക്കുക. അപ്പം റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ട പണി ദിവസം നമ്മൾ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. അതിന് വേണ്ടിയിട്ട് റിസൾട്ട് വരും എന്നുള്ള പ്രതീക്ഷയല്ല, അതെന്തായാലും പ്രതീക്ഷ വേണം, എന്നാൽ പോലും വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക. അതിനെപ്പറ്റി നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഫോർമേഷൻസും നേടുക. നമ്മളെല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ 3ാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും നന്നായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഒരു വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് നല്ല വൃത്തി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് 100% സക്സസ് ചെയ്യും. ബിസിനസ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ഏത് കാര്യവും. ഓക്കെ, സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയായിരുന്നു സാറ്. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി, കുറേ കാര്യങ്ങൾ ഉള്ളിൽ കിടന്ന് പല കാര്യങ്ങളും നമുക്ക് അറിയാനും സാധിച്ചു. സോ സാറിൻ്റെ ഇത്രയും ഒരു കുഞ്ഞു സമയമാണെങ്കിലും സാറ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് സാറിൻ്റെ അടുത്ത് നിന്ന് ഇനിയും നല്ല നല്ല ഐഡിയകൾ ഇനിയും ഇൻ ഫ്യൂച്ചർ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.